ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ റെനി എബ്രഹാം. എന്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവരെയും സ്നേഹത്തോടെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഇന്ന് ഒരു ചെറിയ യാത്രയിലാണ്. ആലപ്പുഴയ്ക്ക് ചെറിയ യാത്ര പോവാണ്. എന്താണെന്ന് ചോദിച്ചാല് പൈൻവുഡ്, കുറച്ച് പൈൻവുഡുകൾ നോക്കാനും ഞങ്ങൾക്കൊരു ഷോപ്പുണ്ട്. ആ ഷോപ്പിലേക്ക് കുറച്ച് എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഒക്കെ ചെയ്യാൻ വേണ്ടി കുറച്ച് പൈൻവുഡ് നോക്കാൻ വേണ്ടി ഞങ്ങൾ പോവാണ്. ആലപ്പുഴ പൈൻവുഡ് വിൽക്കുന്ന ഷോപ്പുണ്ട്. അവിടെ ഞങ്ങൾ പൈൻവുഡിന്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയുള്ള പൈൻവുഡാണ് കിട്ടുന്നത്, ഫ്രഷ് ആണോ അതോ സെക്കൻഡ് ഹാൻഡ് ടൈപ്പ് പൈൻവുഡ് ആണോ കിട്ടുന്നത്, അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ എന്റെ കൂടെ ഇന്ന് എന്റെ ഇളയ അനിയനുണ്ട്, റിജോ. പുള്ളിക്കാരന് സൗദിയിലായിരുന്നു, ഇപ്പം നാട്ടിലുണ്ട്. ഞങ്ങളിങ്ങനെ അടിപൊളിയായിട്ട് ഞങ്ങൾ എവിടെ പോയാലും ഞങ്ങൾ ഒന്നിച്ചാണ് യാത്രകളുള്ളത്. അപ്പം പുള്ളിക്കാരന് വളരെ ജോളിയാണ്, ജോളി ജാങ്കോ ടീമാണ്. നല്ല നല്ല ഫുഡുകളൊക്കെ അടിച്ച് നല്ല നല്ല വെള്ളങ്ങളൊക്കെ കുടിച്ച് ഞെരുപ്പായിട്ട് ഞങ്ങളിങ്ങനെ ആലപ്പുഴയ്ക്ക് യാത്ര ചെയ്യുകയാണ്. ഇതുകൊണ്ട് നല്ല കാഴ്ചകൾ കാണിക്കാം നിങ്ങളെ. ആലപ്പുഴ കുട്ടനാടിന്റെ തനത് ഭംഗി. രണ്ട് സൈഡിലും പുഞ്ചപ്പാടങ്ങൾ. അതെ, അങ്ങാണ് ഗരുഡാഗിരി ഷാപ്പുള്ളത്. ഒരു സൈഡിൽ ജലം നിറഞ്ഞു കിടക്കുന്ന തടാകം, മലിനജലം. മറ്റേ സൈഡില് പുല്ല്, പുല്ലല്ല, നെല്ല്. ഇത്രയും മനോഹരമായ ഒരു വഴി ഈ കേരളത്തിലോ ഇന്ത്യയിലോ കാണത്തില്ലായിരിക്കും. അത്രയ്ക്ക് മനോഹരമായ ഒരു സ്ഥലമാണ്. ഈ ഹൗസ് ബോട്ടുകളൊക്കെ കിടക്കുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ സങ്കടം തോന്നും. പാവങ്ങള് ലക്ഷങ്ങൾ മുടക്കി ഹൗസ് ബോട്ട് എടുത്തിട്ടേക്ക്. കുറച്ച് വണ്ടികളൊക്കെ കിടപ്പുണ്ട്. ഇവിടെ വണ്ടികളൊക്കെ കിടപ്പുണ്ട്, കണ്ടോ? തന്നെ കാറുകളൊക്കെ കിടപ്പുണ്ട്. ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ടൂറിസം മേഖലയില് ചെറിയ ഉണർവുകളൊക്കെ ആയി തുടങ്ങി. അവിടെ ഇവിടെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്തിട്ട് ഇതുണ്ടോ കുട്ടനാടിന്റെ പച്ചപ്പ്. എന്തൊരു മൂടാണ് ഇതുവഴി പോകുക എന്ന് പറഞ്ഞു. ഇവിടെ കണ്ട മീനൊക്കെ ഇട്ട് വിൽക്കുന്ന ആൾക്കാര്. സത്യം പറഞ്ഞ ഈ കർഷകര് ഈ നെല്ലും ഒക്കെ അവര് ചെയ്യുന്നില്ല എന്ന് തീരുമാനിച്ചാൽ പിന്നെ എന്തോ ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളെപ്പോലുള്ള ആൾക്കാരൊക്കെ കുറെ നാള് കഴിയുമ്പോൾ അരിയുമില്ല, കൂപ്പുമില്ല, കുറച്ചുക്കുറവില്ലാത്ത അവസ്ഥയാണ്. അണ്ണന്മാരിവിടെ കിടപ്പുണ്ട്. ഇങ്ങനെ പറയരുത്. ഈ ദൈവം തമ്പുരാനെ ഈ പ്രകൃതിക്ക് പച്ച കളർ കൊടുത്തേക്കുന്നതിന്റെ സുഖമേ. കണ്ണിനെപ്പോഴും പച്ച കളറാണ്, കണ്ണിനെപ്പോഴും ഒരു കൂളിങ്, കുളിർമ നൽകുന്നത്. മഞ്ഞ കുളിർമ. അതെ. എന്റെ ദൈവം ഞാൻ പോകുന്നുണ്ട്. എന്റെ അമ്മോ, ഈ പിള്ളേരൊക്കെ ഇങ്ങനെ വണ്ടി ഓടിച്ച് എന്ത് വിമ്മര് കാണിക്കുന്നേ. എന്നിട്ട് ഏതെങ്കിലും വണ്ടി അടിപോയി കയറും, ജീവിതം കട്ടപ്പോക. എന്നിട്ട് തൂത്തുവാരി എടുത്തോണ്ട് പോകേണ്ടി വരും. ആർക്ക് പോയി? അപ്പനും അമ്മയ്ക്കും പോയി. നാട്ടുകാരെ കുറച്ചേരം മൂക്കത്ത് കൈവച്ച് നിൽക്കും, അത്രേ ഉള്ളൂ. വാഹനം കയ്യിൽ കിട്ടുമ്പോൾ അത് ഏറ്റവും പക്വതയോടെ മര്യാദയ്ക്കും വണ്ടി ഓടിക്കുക. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ നമ്മളെ തന്നെയല്ല, നമ്മളെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ റോഡിലുള്ള മറ്റു യാത്രക്കാർക്ക് റോഡിൽ പാലിക്കേണ്ട കുറച്ച് മര്യാദകളുണ്ട്, റോഡിൽ പാലിക്കേണ്ട കുറച്ച് മാനേഴ്സ്. അത് ഒരാൾ പോലും പാലിക്കത്തില്ല. അങ്ങനെ ഞങ്ങള് അനസിക്കാടെ ഇതല്ലേ
അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ പൈൻവുഡിൻ്റെ മഹാശേഖരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം. ഞങ്ങൾക്ക് ഏതാണ് അതായത് നമുക്ക് മേശയുടെ മണ്ടയ്ക്ക് അടിക്കാൻ വേണ്ടിയുള്ള ഇത് വേണം. തിക്നെസ് കുറഞ്ഞ ടൈപ്പാണ് വേണ്ടത്. ഏറ്റവും തിക്നെസ് കുറഞ്ഞ ഇതാ അല്ലേ? ഈ പീസ ഇതാ വേണ്ടേ? കറക്റ്റ്. വീതി ഏറ്റവും കൂടുതൽ വരുന്ന ഏതാ ഒരു പീസ്? അത് ഏത് പീസാ ചേട്ടായി? ഇത് എത്ര ഇഞ്ചാണ് വരുന്നത്? മറ്റേത് 11 ഇഞ്ച് വരും അല്ലേ? ഇതാകുമ്പോൾ നമുക്ക് ഇതാണ് ബെഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അല്ലേ? ഇത്രയും കട്ടിയെങ്കിലും വേണമല്ലോ. ഒടിഞ്ഞു പോകും. ഫ്രെയിമേലാന്ന് പറഞ്ഞാൽ പോലും ടേബിൾ അടിക്കാൻ വേണ്ടി നമുക്ക് അടിക്കാൻ ഇങ്ങനെ സൈഡ് ഉരുട്ടിയതേ ഉള്ളൂ അല്ലേ? ഈ സെയിം കട്ട് തന്നെയല്ലേ ഇതും? ഇതോ? ഇത് അറേഞ്ച് കറക്റ്റ് വരില്ല. ഇത് 27 കണ്ടായിട്ട് കട്ട് ചെയ്താണ്. അപ്പോൾ ഷേപ്പ് കിട്ടത്തില്ല. നമുക്ക് ടേബിളിൽ അടിക്കാൻ ഏതാ? ഇതാണ് ബെറ്റർ. അത് പഠിക്കാം അല്ലേ? വെയിറ്റ് കുറവാ. നമുക്ക് വെയിറ്റ് കുറഞ്ഞതാ വേണ്ടേ? ഇത് വെയിറ്റ് ഇട്ടു. ഇത് എത്ര കിലോ കാണും? അത്രേ ഉള്ളൂ അല്ലേ? ഇതുകൊണ്ട് നമുക്ക് 2 പീസ് കട്ട് കെട്ടിയാലോ അല്ലേ? 4 അടി ടേബിള് അല്ലേ? അതുകൊള്ളാം. മറ്റേത് എത്ര പീസാ? ഒരടി കൂടുതൽ കിട്ടും അല്ലേ? ഇത് എത്ര അടിയാണ് നീളമുള്ള? ഇതും വെയിറ്റ് കുറവല്ലേ? ഒരടി എന്ന് പറയുമ്പോ അല്ലേ? കിലോ എന്നാ വില വരുന്നത്? 95 രൂപ. വെയിറ്റ് കുറവാണ്. ഇവിടെ പൈൻ വുഡുകളുടെ മഹാശേഖരം. ചേട്ടൻ്റെ പേരെന്താ? നൗഫല്. ചേട്ടൻ്റെ പേരോ? അജി. ഇത് എത്ര വർഷമായി നമ്മൾ ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? നേരത്തെ ഉള്ള അടിപൊളി. അനസിക അല്ലേ? അനസിക പുള്ളിയാണ് എൻ്റെ ഓണർ. ഈ കേരളത്തിലുള്ള ഒട്ടുമിക്ക ഇവന്റുകാരും സ്റ്റേജുകാരൊക്കെ ഇവിടെ നിന്നായിരിക്കും സാധനം എടുക്കുന്നല്ലേ? സൂപ്പർ. സെലക്ട് ചെയ്തെടുത്ത നമുക്ക് വേണ്ടി നല്ല പീസ് നോക്കി സെലക്ട് ചെയ്ത് തന്ന. പിന്നെ അത് തടിയുടെ ഡിസൈനാടാ. അതൊക്കെ വരും. അത് കട്ട് ചെയ്ത് പോകുമ്പോ ലാസ്റ്റ് പീസല്ല പിന്നെ അതിന്റെ ഇതായി പോകത്തില്ലേ? അത് സാരമില്ല. എടാ ഈ പീസിന് എത്ര നീളമുണ്ടോ നോക്കിയിരിച്ച? ഞാൻ പറഞ്ഞില്ലേ ഞങ്ങൾ ഇതിനും ഇവിടെ നമ്മുടെ സിബി എന്ന് പറയുന്ന സുഹൃത്തെ ഇവിടെ സാധനം എടുക്കാൻ വന്നിട്ടുണ്ട്. ഇപ്പൊ പുള്ളിയുടെ 2 പ്രാവശ്യം ഇവിടെ വന്നിട്ടുണ്ട്. സിബി, ലിനു, തിരുവല്ലയാണ്. ഞങ്ങൾ ഇവന്റ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരായിരുന്നു. ഇവിടെ ഈ സ്റ്റേജുകാരൊന്നും അല്ലാതെ പിന്നെ വേറെ എന്തോ ആൾക്കാരാ ഈ ഇന്റീരിയർ ചെയ്യുന്നവര്, ഫർണിച്ചറുകാര്, അവരെല്ലാം സാധനം എടുക്കുന്നു. കണ്ടമാനം മേടിച്ചോണ്ട് പോകുന്നുണ്ടല്ലേ ഈ പൈൻവുഡിന്റെ അല്ലേ? ഇപ്പൊ എനിക്ക് തോന്നുന്നു വീടുകളുടെയൊക്കെ ഇന്റീരിയർ മൊത്തം പൈൻവുഡാണ് ചെയ്യുന്നത്. തുണിക്കടകളുടെ എല്ലാം. കാരണം ഇതെന്ന് പറയുന്ന ഗുണം പെയിന്റിങ് വേണ്ട. ഇത് പച്ചയ്ക്കങ്ങ് ഇട്ടാൽ മതി. പണി എളുപ്പമാണ്. അല്ല സാധാരണ ഈ ഇന്റീരിയർ ഒക്കെ ചെയ്യുന്നവരെ എന്തോ ബഡ്ജറ്റാ ചെയ്യുന്നത്? നല്ല ബഡ്ജറ്റാകും ഇന്റീരിയർ ഇത് ചെയ്യുമ്പോൾ അല്ലേ? ശരി. അപ്പൊ എങ്ങനെ വണ്ടിക്ക് എന്താ വണ്ടിക്ക് അവർ കൊണ്ടുവന്നേ? ഏസിന് കൊണ്ടുപോകാം അല്ലേ? അതൊക്കെ എരി കൊണ്ടുപോവാ.
ഈ വലിയ പീസൊക്കെ എന്തിനാ വരുന്നത്? വലിയ തടി പീസൊക്കെ വലിയ തടി. അയ്യ, അത് അടിപൊളിയാണല്ലോ ഈ സാധനം. അവര് തന്നെ ഇത് കളർ കെമിക്കൽ എത്തിച്ച് ചെയ്ത് വെക്കുക. അപ്പൊ കറക്റ്റ് ലൈനിങ് അറിയാൻ പറ്റും അല്ലേ? അതാണ് ഈ തടിയുടെ ഡിസൈൻ ഒക്കെ വരുന്നത് തന്നെയാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ഇത് എത്ര നാൾ നിൽക്കും ഈ വുഡ്? നിൽക്കും, നനവൊന്നും ഇല്ലെങ്കിൽ വിഷയമൊന്നുമില്ല അല്ലേ? അതെങ്ങനെ? അതാ വിഷയം വരുന്നത്. ഈ സെക്കൻഡ് തടി ഓ, ഇത് മാറ്റ് ഫിനിഷ് ചെയ്യുന്നതാണോ അതോ ഗ്ലോസി ഫിനിഷ് ചെയ്യുന്നതാണോ ഭംഗി? ആണോ? ചേർത്ത് വെച്ചിട്ടേ അല്ലടാ, അത് ഒന്നിച്ച് വെച്ച് അങ്ങ് അറിഞ്ഞാ പോരെ? എല്ലാം ഒരുപോലെ അല്ലേ ഉള്ളു. അപ്പം നിങ്ങൾക്ക് US നിന്നും വരുന്നുണ്ട്, പിന്നെ വേറെ ഏതൊക്കെ രാജ്യത്തും വരുന്ന സാധനം? മലേഷ്യയിൽ നിന്ന് വരുന്നുണ്ട്. അവിടേക്ക് പൈൻ വുഡ് ഉണ്ടല്ലോ, മരങ്ങളുണ്ടല്ലേ? പിന്നെ ബോംബെയിൽ ഷിപ്പിന് വന്നിട്ട് അവിടുന്ന് കണ്ടെയ്നറിൽ ഇങ്ങോട്ട് കൊണ്ടുവരിക. ചെന്നൈ വന്നിട്ട് അവിടെ നിങ്ങൾ ഇങ്ങോട്ട് പർച്ചേസ് ചെയ്യും. ഈ അനസക്കയ്ക്ക് തന്നെ ഓൾഡ് വുഡ് ഉണ്ടോ? ഇല്ല, വുഡ് ന്യൂ വുഡ് മാത്രം. ഇപ്പം ഇത് മാത്രമേ ഉള്ളൂ, മറ്റേ തലവേദന ആയിരിക്കും. അത് കഴിഞ്ഞാണ് നിങ്ങൾ പുതിയ വുഡിലോട്ട് മാറിയത്. എനിക്ക് തോന്നുന്നു പഴയ വുഡിനേക്കാൾ ആൾക്കാർ പുതിയ വുഡ് മാത്രം തപ്പി വരുന്നല്ലേ? അതാണ്. അത് ചിന്തയിലിട്ട് ഫിനിഷ് ചെയ്യണം, അല്ലെ മില്ലിൽ കൊണ്ടുപോയി ഒന്നുകൂടെ പൊട്ടിപ്പും ആണി അവിടെ ഉണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാവും അല്ലേ? വാളൊടിഞ്ഞു പോകും. ഇതെന്ന് പറയുന്നത് ചിന്തയിലിട്ട് മിനുക്കി വരുന്ന ഈ സാധനം, ഒന്നും ചെയ്യണ്ട. കട്ട് ചെയ്ത് വരുന്ന മറ്റേ ട്രീറ്റഡ് തടിയുമല്ല. ഇത് പക്ഷെ ട്രീറ്റ് ചെയ്ത് സെറ്റപ്പായിട്ട് വരുന്ന സാധനമാണ്. ജസ്റ്റ് ഗേറ്റ് വെച്ച് അങ്ങ് പോളിഷ് അടിച്ച് വിട്ടാൽ മതി. എന്താ ചേട്ടാ? ഞാൻ കണ്ടായിരുന്നു. ആണല്ലേ? ഏത് അപ്പുറത്തെ ബിൽഡിങ്ങിലോ? ഇതിന്റെ മണ്ടയ്ക്കല്ലേ? കണ്ട് ഇതൊക്കെ വലിയ പലകൾ അടുക്കി വെച്ചേക്കുന്നല്ലേ? അത് വെയിറ്റ് ഉള്ള പീസല്ലേ? അല്ല വരും. നമുക്കിപ്പോൾ ലൈറ്റ് വെയിറ്റ് ഇതേ ഉള്ളൂ, നമുക്കത് മതി. ഇതെന്താ ചേട്ടാ ഈ പേപ്പറിനകത്ത് പൊതിഞ്ഞ് വന്നേക്കുന്നത്? മൾട്ടിവുഡിന്റെ ബിസിനസ് നിങ്ങൾക്ക് ഉണ്ടല്ലേ? ഓ, എല്ലാ സംഭവം കൊടുക്കുന്നുണ്ട്. ഇത് പൈൻവുഡിന്റെ ഫിനിഷിംഗ് ഉള്ള പ്ലൈവുഡ് അല്ലേ? അത് കൊള്ളാം. ഇതിനൊക്കെ എന്താ വില വരുന്നത്? പ്ലൈവുഡ് ആണോ മറൈൻ പ്ലൈവുഡ് ആണോ? പൊളി. അങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ പൈൻവുഡിൻ്റെ സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടി വരുന്നുണ്ട്. ഇപ്പം ഏകദേശം നിങ്ങൾക്കൊരു ധാരണ കിട്ടിയല്ലോ പൈൻവുഡിൻ്റെ ഒരു ഇത്. ആലപ്പുഴ ചേട്ടാ, ഇത് ആലപ്പുഴ എവിടെയാണ്? ആലപ്പുഴ എന്താണ്? പുലയൻവഴി. ആലപ്പുഴ നമ്മുടെ പുലയൻവഴി എന്ന് പറയുന്നൊരു റോഡാണ്, ജംഗ്ഷനാണിത്. അവിടെയാണ് ഈ ഷോപ്പ് ഉള്ളത്. അപ്പം നിങ്ങൾക്ക് പൊളിയല്ലേ? പൊളി. ഞങ്ങളുടെ ജാസ് കുട്ടനാണ് വണ്ടി സാധനം എടുക്കാൻ വേണ്ടി വന്നേക്കുന്നത്. ജാസിനാണ് വന്നത്. അപ്പം ജാസിനകത്ത് കയറത്തക്ക രീതിയിൽ ഞങ്ങൾ ഈ പീസുകൾ ഇങ്ങനെ ചെറിയ പീസാക്കി കട്ട് ചെയ്തുകൊണ്ടിരിക്കാം. ഇതിനിപ്പുറത്ത് നിൽക്കട്ടെ, ഞാൻ ഇത് വെച്ച് തരാം.
അങ്ങനെ ചേട്ടായി നമുക്ക് വേണ്ടി കട്ട് ചെയ്യുവാണ്, 4 പീസാക്കും. അവിടെയും കൂടെ ഇവിടുന്ന് കെട്ടിയാണ് ഇവിടുന്ന് ഇത് ഇവിടെ നിൽക്കാം, ഇപ്പുറത്തോട്ട് ഇങ്ങനെ കെട്ടിയാണ്. അതായത് ഈ വരയ്ക്ക് ഇപ്പുറത്തത് വിരലിടെ കൂടെ പോലെ ഓക്കെ. മൊത്തം കെട്ടായോ? ഇല്ല ഇല്ല ഇല്ല, രണ്ടെണ്ണം കെട്ടായോ? 2 പീസ് കട്ടായി. മൊത്തത്തിലൊന്ന് വെച്ച് അല്ല വേണ്ട, മറ്റേതിൻ്റെ അത് ഒന്നുകൂടെ ഓടിച്ചാൽ മതിയല്ലോ, അന്നേരം അടിയിൽ ഒന്നുകൂടെ വരെയാവുമല്ലോ, കയറ്റി വിട്ടാൽ മതി. ഇതിന് ഓരോന്ന് അളവെടുക്കാൻ നിൽക്കട്ടെ. അതെ പിന്നെ ചേട്ടൻ പുലിയാ. അപ്പം അജി അല്ലേ? അപ്പം ചേട്ടാ ഒരുപാട് നന്ദി, ഞങ്ങൾക്ക് ഈ കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നേന്. ഞങ്ങൾക്ക് വളരെ നല്ല ഡീലിംഗ് ആയിരുന്നു നമ്മുടെ അനസിക്കായുടെ പൈൻവുഡ് ഷോപ്പിലെ അജീഷ് ചേട്ടൻ. നല്ല സഹകരണമായിരുന്നു, നല്ല രീതിയിൽ ഞങ്ങളെ ട്രീറ്റ് ചെയ്തു, മാക്സിമം പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പ്രൈസ് അഡ്ജസ്റ്റ് ചെയ്ത് ഞങ്ങൾക്ക് സാധനം തന്നു. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഹാപ്പിയാണ്. എടാ ഹാപ്പി എന്ന് കാണിച്ചേടാ, ഭയങ്കര ഹാപ്പിയാണ് അവന്. അപ്പം എന്തേ ഞങ്ങൾ മേടിച്ച പീസുകൾ ഇവിടെ പുറകിൽ അടുക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഇത് ഞങ്ങൾ ഷോപ്പിൽ കൊണ്ട് എങ്ങനെ സെറ്റ് ചെയ്യുന്നു എന്ന് നിങ്ങളെ അടുത്ത വീഡിയോ ചെയ്ത് കാണിക്കും. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. ഇപ്പോൾ ആലപ്പുഴയുള്ള ബ്രദേഴ്സ് ഹോട്ടൽ, അവിടെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറുവാണ്. അപ്പോൾ എന്തൊക്കെ ഫുഡാണ് കഴിക്കുന്നുള്ളതോടെ നിങ്ങളോട് ഷെയർ ചെയ്യും. നിങ്ങൾ കൊതി വിട്ട് ഞങ്ങളെ വയർ നശിപ്പിക്കാതിരുന്നാൽ മതി. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സഹകരണവുമാണ് ഞങ്ങളുടെ വിജയം. പിന്നെ ഒരപേക്ഷ, നമ്മുടെ ബൈജു ചേട്ടൻ പറഞ്ഞ പോലെ, ബൈജു എന്നായർ പറഞ്ഞ പോലെ, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ പിടിക്കാനായിട്ട് പോലീസ് വരുന്നുണ്ട്, പട്ടാളം വരുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചെറിയ ചാനലാണ്, തുടങ്ങിയതേ ഉള്ളൂ. തുടങ്ങിയിട്ട് 2-3 വർഷമായി, പക്ഷെ ഇപ്പോഴാണ് ഞങ്ങളൊന്ന് ആക്ടിവേറ്റ് ചെയ്തെടുത്തത്. റൈറ്റ്. അപ്പോൾ ഇത് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് ഒരു സുവർണ അവസരമാണ് സബ്സ്ക്രൈബ് ചെയ്യാനുള്ളത്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളെ ഒന്ന് സന്തോഷിപ്പിക്കുക, അനുഗ്രഹിക്കുക. പിന്നെ നല്ല വീഡിയോസ്, നല്ല കണ്ടന്റുള്ള വീഡിയോകൾ ഞങ്ങൾ ഷെയർ ചെയ്യും. നല്ല അടിപൊളി വീഡിയോസ് ഇനി വരാനുണ്ട്, നല്ല വീഡിയോസ് വരാനുണ്ട്. നല്ല സീ ഫുഡ് കിട്ടുന്ന ഹോട്ടലാണെന്നാണ് ആജീഷേട്ടൻ പറഞ്ഞത്, ബാക്കി അറിയില്ല. ഞങ്ങൾ ഇന്നലെ കഴിക്കാൻ കയറുമ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങളോട് പറയുന്നതായിരിക്കും. നല്ല ഫുഡാണെന്നാണ് ചേട്ടായി പറഞ്ഞത്. നമുക്ക് നോക്കാം. ലെഫ്റ്റ് എല്ലാവരും അങ്ങോട്ട് കയറുന്നുണ്ട്, വണ്ടികളൊക്കെ ചറപുറാണ് കയറുന്നത്. നല്ല ഗൃഹാതുരത്വം തുളുമ്പുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ്. ഇവിടെ അകത്താന്ന് തോന്നുന്നു കേട്ടോ. വാ, ബ്രദേഴ്സ് ഹോട്ടൽ ആലപ്പുഴ. അങ്ങനെ ബ്രദേഴ്സ് ഇൻ ബ്രദേഴ്സ്, ഞങ്ങൾ അങ്ങനെ ബ്രദേഴ്സിന്റെ ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ വേണ്ടി എത്തിയിരിക്കണം. ഭയങ്കര തിരക്കാണ്, വണ്ടികളുടെ ബഹളമാണ്. അപ്പം തന്നെ ഭക്ഷണം അടിപൊളിയാണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതി. തേന ലക്ഷണമാണ്. സെക്യൂരിറ്റി ചേട്ടൻ കിളി പോയി നിൽക്കുകയാണ്, എങ്ങനെ വണ്ടികൾ പാർക്ക് ചെയ്യണം എന്നൊരു ഐഡിയ പുള്ളിക്ക് കിട്ടുന്നില്ല. നമ്മൾ എവിടെയെങ്കിലും കൊള്ളിക്കും. അപ്പം ഈ പൈൻവുഡ് എടുത്തതിനെ കുറിച്ച് എന്തോ റുജാമന്റെ അഭിപ്രായം? നീ ഹാപ്പിയാണോ? പിന്നെ സൂപ്പർ വുഡല്ലേ, നല്ല ഫിനിഷിങ്, നല്ലപോലെ ഇത് ചെയ്ത് നല്ല സെറ്റപ്പ് ആക്കി ഉരച്ച് മിനുക്കി അല്ലേ. സാൻഡ് ഇത് ക്വാളിറ്റിയുള്ള സാധനമാണ്. അപ്പൊ ഫ്രഷ് മേടിക്കുന്നതിന്റെ ഒരു സുഖം, ഫ്രഷ് മേടിക്കുന്നവർ ഫ്രഷേ മേടിക്കത്തുള്ളൂ അല്ലേ. നമ്മുടെ പർപ്പസിന് ഫ്രഷ് ആണ് വേണ്ടത്, സെക്കൻഡ് മേടിച്ചിട്ട് കാര്യമില്ല. അതിലെ സ്റ്റേജും ഇന്റീരിയർ ചെയ്യുന്നവരൊക്കെ ഫ്രഷ് വുഡാണ് മേടിക്കുന്നത് എല്ലാവരും. ഫ്രഷ് വുഡിന് ഒരു കസ്റ്റമർ എന്നല്ലേ നീ ഹാപ്പിയാണ് അല്ലേ. അപ്പം അതിന്റെ അനസിക്കയോടും അജീഷ് ചേട്ടനോടും
മറ്റേ ചേട്ടായോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിക്കുന്നു ഞങ്ങളെ. ചുമ്മാ ഒന്നും പറഞ്ഞല്ലോ, ഒന്ന് എടുത്തേക്കോ. ഭയങ്കര തിരക്ക്. അങ്ങനെ ഞങ്ങള് ആലപ്പുഴ പ്രിൻസ് ഹോട്ടലിൽ നിന്ന് ഫുഡ് കഴിച്ചു. സൂപ്പർ ബ്രദേഴ്സ് ഹോട്ടൽ. റിജോ എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? കിട്ടില്ല ഫുഡായിരുന്നു. കിട്ടില്ല ഫുഡ് എന്ന് പറഞ്ഞാൽ ഞങ്ങള് ആവോലി ഫ്രൈ, എൻ്റെ പൊന്നെ, കഴിച്ച് കിളി പോയി. ഞങ്ങളുടെ കുറച്ച് കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചിന്തിച്ച് അവിടെ കഴിക്കാൻ കയറിയത്, പക്ഷെ കൈവിട്ടുപോയി. ആവോലി ഫ്രൈ എനിക്ക് തോന്നുന്നു ഞാൻ ഒത്തിരി നാളിന് ശേഷം ആവോലി ഫ്രൈ കഴിച്ചു. അതിൻ്റെ കൂടെ ചോറിൻ്റെ കൂടെ തന്നെ ഒരു മീൻകറി തന്നിട്ടുണ്ട്, തേങ്ങ അരച്ച മീൻകറി. അത് മാത്രം മതി, വേറൊന്നും വേണ്ട കഴിക്കാൻ. അങ്ങനെ ഞങ്ങൾ വളരെ സംതൃപ്തിയുടെ മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. ഞങ്ങളെ കണ്ടാൽ തന്നെ അറിയാമല്ലോ, ഞങ്ങൾ അത്യാവശ്യം നല്ല പോലെ ഭക്ഷണം എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. എന്നാൽ ഓവറായിട്ടൊന്നും കഴിക്കത്തില്ല ഇപ്പം. പക്ഷേ ലിഫ്റ്റ് നമുക്കിനി തിരിച്ചു പോവല്ലേ? എന്തോ തലപ്പുറം പോകുന്നോ? അപ്പോൾ ഞങ്ങൾ പൈൻവുഡും മേടിച്ച് ഫുഡും കഴിച്ച് ഞങ്ങൾ തിരിച്ചു തിരുവല്ലയ്ക്ക് പോവാണ്. അങ്ങനെ ഞങ്ങൾ ഇന്ന് ആലപ്പുഴയിലെ സാധനങ്ങളെല്ലാം മേടിച്ച് ഈ ഞങ്ങളുടെ ഷോപ്പിൽ വന്ന് ഈ സാധനങ്ങളൊക്കെ പിടിപ്പിച്ച് ഞങ്ങൾ ഇത്രയും പൈൻവുഡാണ് ഇന്ന് മേടിച്ചത്. ആ പൈൻവുഡ് എല്ലാം ഇന്ന് അവിടെ പിടിപ്പിച്ചു ഓൾറെഡി. ഇനിയിപ്പോൾ അവിടെ ഒരു ജീസസിന്റെ ഫോട്ടോ വെക്കാനുണ്ട്. റിജോ ഒന്ന് വെച്ച് കാണിച്ചു, ജസ്റ്റ് ഒന്ന്. ഫിൽമയുടെ പാലിന്റെ അതെടുത്ത് മാറ്റും കണ്ടോ. അപ്പം ജീസസിന്റെ ഫോട്ടോയും അതിനടിയിലൊരു ലൈറ്റ്, അതിന് തൊട്ടിപ്പുറത്ത് ഞങ്ങളുടെ പപ്പയുടെ ഫോട്ടോ, അവിടെ ഒരു ലൈറ്റ്. അങ്ങനെ ഞങ്ങളുടെ ഇന്നത്തെ കഷ്ടപ്പാട്. ഇതാണ് ഞങ്ങളുടെ ഷോപ്പ്. ഉണ്ടോ? അടിപൊളി. എങ്ങനുണ്ട്? അപ്പം ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് ഇവിടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ഈ കൊച്ചു ചാനൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടിപ്പുറത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. അപ്പം അടുത്ത നല്ലൊരു വീഡിയോയുമായി ഇനിയും കാണും വരെ ഗുഡ് ബൈ.